ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് റിവ്യൂവിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ടൈപ്പ് 2 ഷേപ്പിൽ തന്നെ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള ഒരു സ്വിഫ്റ്റ് ആണ്. അതും പെട്രോൾ VHI വേരിയന്റ് കേട്ടോ. ഇതിലെടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ നോർമൽ VHIയിൽ ഫോൾഡിംഗ് മിറേഴ്സ് ഇല്ല. ഇതിൽ ഫോൾഡിംഗ് മിറേഴ്സ് ഉൾപ്പെടെയുള്ള വാഹനമാണ്. അത് 96,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ 2015 മോഡൽ വണ്ടി കേട്ടോ. അപ്പോൾ കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി വണ്ടിയിൽ കാണാനായിട്ടുണ്ട്. ഒരു സിംഗിൾ ആ ഭാഗത്ത് പോലും പെയിന്റിങ്ങിന് പോലും നമുക്ക് പറയാനായിട്ടില്ല. ഫ്രണ്ട് നോക്കുമ്പോഴായാലും ആ ഒരു പ്രോഗ്രാമിൻ്റെ അവിടേക്കുള്ള ചേഞ്ച് നമുക്ക് നോക്കി തന്നെ അറിയാവുന്നതാണ്. സൈഡ് വ്യൂ നോക്കുമ്പോഴായാലും പെർഫെക്റ്റ് ഷേപ്പ് തന്നെയാണ്. അതുപോലെ സൈഡ് ബീഡിയും കാര്യങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്. മിററിൽ തന്നെയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഇന്റീരിയർ നോക്കുമ്പോഴായാലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതും മിറർ ഫോൾഡിങ്, ഫോട്ടോ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, പവർ സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡൊക്കെ നോക്കുമ്പോഴായാലും ആ ഒരു ഗ്ലേസിനെസ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഡാഷ്ബോർഡും നല്ല ഡോർ പാഡിന്റെ ക്വാളിറ്റിയെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ബാക്ക് സൈഡ് ആയാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ ബാക്ക് സൈഡിലേക്ക് പോവാം. ഡോർ അടയുമ്പോഴായാലും ആ ഒരു സൗണ്ടിന്റെ ക്വാളിറ്റി കേട്ടാലറിയാം എത്രത്തോളം സൂക്ഷിച്ച വണ്ടി കൊണ്ടുനടന്നേന്ന്. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെ സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ കൊടുത്തിട്ടുണ്ട്. VHI എന്നുള്ള ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല റിവേഴ്സ് സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഈ സൈഡ് നോക്കുമ്പോഴായാലും ഇവിടെയും പെർഫെക്റ്റ് തന്നെയാണ്. അതുപോലെ റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിന്റെ എഞ്ചിൻ റൂം കാണിച്ചു തരാം. എഞ്ചിൻ റൂം നോക്കുമ്പോഴായാലും നമുക്ക് കാണാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടന്ന ഒരു എഞ്ചിൻ റൂമാണ് വരുന്നത്. വേറെ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ വണ്ടിക്ക് അബ്രോണൊക്കെ കറക്റ്റ് പേസ്റ്റിംഗ് ആണ്. ഒരു കുഞ്ഞ് ആക്സിഡന്റ് പോലും സംഭവിക്കാത്ത വാഹനമാണ് കേട്ടോ. അതിൻ്റെ ബോണറ്റിന്റെ പേസ്റ്റിങ്ങൊക്കെയാലും പെർഫെക്റ്റ് പേസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. അപ്പോൾ വേറെ ഓയിൽ ലീക്കോ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാനായിട്ടില്ല. ഒരു ഫാമിലിക്ക് അനുയോജ്യമായിട്ടുള്ള കറക്റ്റ് ഒരു വാഹനമാണ്. പെട്രോൾ ആയതുകൊണ്ട് തന്നെ വളരെ മെയിൻ്റെനൻസും കുറവായിരിക്കും. അപ്പോൾ ഇതും കൊടുക്കാനുള്ള വാഹനമാണ്. ഇതിന്റെ കൂടുതൽ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നവരെ ബൈ ബൈ.